സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ദേവസ്വത്തിനായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനമാണ് നമ്മെ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ചിന്തിക്കുവാൻ, ദൈവിക വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അത് അനുദിനവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് വചനമായിരിക്കുക. ആ വചനം പഠിച്ച് വളർന്ന് വചനത്തിൽ ഗ്രാഹ്യമുള്ളവരായി അത് പ്രായോഗിക ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ടുള്ള സമർപ്പണമുള്ളവരായി നാം ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിനാലാണ് നാം നിരന്തരമായി ദൈവത്തിനായിട്ട് ദൈവസന്നിധിയിൽ ചേരുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിലെ 17 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഇന്ന് നാം 18 കൂടുതൽ വാക്യങ്ങൾ ആണ് ചിന്തിക്കുന്നത്. പക്ഷെ ആ 17-ാം വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരാജയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. 1 മുതൽ 3 വരെ എന്താണ് ന്യായവിസ്താരത്തിൽ നിന്നും ദണ്ഡനവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. അത് ശരീരത്തിന്റെ ബലഹീനത നിമിത്തം നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തത് നമ്മിൽ സാധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നാം പരാജയത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അങ്ങനെ ഈ ശരീരം ബലഹീനമാണ്, പാപം നിറഞ്ഞതാണ്. പക്ഷേ ഈ ശരീരത്തിൽ ജീവിച്ച് ദൈവ വിശുദ്ധിയെ ഗ്രഹിക്കാനും സാധിക്കുമെന്ന് മാത്രമല്ല, ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്ന അതേ ആത്മാവിനായി ശരീരത്തെ ഉയർത്തിക്കും. അത് 11-ാം നാം കണ്ടു. ക്രിസ്തുവിന്റെ യേശുവിനെ മരിച്ചതിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതിന് ക്രിസ്തുവേശുവിനെ മരിച്ചതിന്റെ ആത്മാവിനെ നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിക്കും. അപ്പോൾ സമ്പൂർണമായി പരാജയത്തിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം. അപ്പോൾ ഒരു തേജസ്കരണം നിശ്ചയമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 17-ാം വാക്യത്തില് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച നാം മക്കളെങ്കിലും അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ നഷ്ടം അനുഭവിച്ചാൽ. അപ്പൊ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? ആദ്യത്തെ പോർഷൻ യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? നമുക്ക് ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശമാണ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനെ ആവർത്തിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ജഡാവതാരങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് എന്ത് കിട്ടി? തേജസ്സിൽ പങ്കാളിത്തം കിട്ടിയതിനെ മറ്റു വേദവാദങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ കഷ്ടം. ഒരു പൊതുവെ ആളുകൾക്ക് ഒരു ചിന്താഗതിയുണ്ട്, ഇവിടെ കഷ്ടമുണ്ടെങ്കിൽ അവിടെ സുഖമായിരിക്കും എന്നുള്ള ചിന്താഗതി. അതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ കഷ്ടം അനുഭവിച്ചാൽ അവിടെ സുഖം കിട്ടും. ഇവിടെ ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കാണ് എന്ന ചിന്താഗതി. അത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയും ഒക്കെ എടുത്ത ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ധനവാൻ നരകത്തിൽ പോയത് ഇവിടെ സുഖമായിട്ട് ജീവിച്ചതുകൊണ്ടും ലാസർ സ്വർഗത്തിലേക്ക് പർദീസിലേക്ക് പോയത് ഇവിടെ ഒത്തിരി കഷ്ടപ്പെട്ടതുകൊണ്ട് അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയല്ല പ്രമാണം. നമ്മളത് ചിന്തിച്ചു, വീണ്ടും ആവർത്തിക്കാൻ ആവശ്യമില്ല. അപ്പോൾ പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്ന് ഇട്ടിരിക്കുകയാണ്. പക്ഷേ അടിസ്ഥാനപരമായ തത്വം അതൊരിക്കലും മറക്കരുത്. രക്ഷിക്കപ്പെടുന്ന ഒരാൾ യേശുവിനെ കർത്താവായിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചതിനാൽ ആ വ്യക്തി ക്രിസ്തുവുമായിട്ട് എന്ത് ചെയ്തു? ഏകീഭവിച്ചു, ഒന്നായി തീർന്നു. ക്രിസ്തുവിന്റെ മരണ അടക്കം പുനരുദ്ധാനത്തിൽ പങ്കാളിയായി തീർന്നു.
ചായക്കടയിൽ ചെന്ന് ഹോട്ടലിൽ ചെന്ന് ചെറിയ സാറിൻ്റെ ഉദാഹരണമാണ്. സാറ് പറയുന്നതാണ്, അതായത് ഇഡ്ഡലിയും ദോശയും ഒക്കെ നമ്മൾ ചോദിക്കും എത്രയാണ് വില. അന്ന് സാറ് പറയുമ്പോൾ 50 പൈസ, 10 പൈസ, 15 പൈസ, അപ്പോൾ 15 പൈസ ആയിരിക്കും വേണ്ട. ഇപ്പോഴത്തെ വില 10 രൂപ, ദോശയ്ക്ക് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇതിൻ്റെ കൂടെ ചട്നി, സാമ്പാർ, ചമ്മന്തിയൊക്കെ ഉണ്ട്. അതിനെത്ര? അതിന് വിലയില്ല, അത് ഫ്രീ ആണ്. നമ്മളൊരു ഒരു പാത്രം കൊടുത്തിട്ട് പറയാം, കുറച്ച് ചട്നി സാമ്പാർ ഇതിലേക്ക് തന്നേരെ എന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. രക്ഷ സൗജന്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്ന ആ വ്യക്തി തന്നെ സമ്പൂർണമായി എന്ത് ചെയ്യണം? യേശുവിന് വേണ്ട, യേശുവിന്റെ രക്ഷ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ആർക്കും അത് ലഭിക്കുകയില്ല. ഇപ്പൊ നമുക്കറിയാം, യേശുവിൽ കൂടെ ഉള്ള നന്മകൾ, രോഗസൗഖ്യം, മറ്റുള്ള നന്മകളൊക്കെ ആഗ്രഹിക്കുന്ന വലിയ കൂട്ടം ആളുകൾ ലോകത്തിലുണ്ട്. വലിയ കൂട്ടം ആളുകളുണ്ട്. ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന, രോഗസൗഖ്യം പ്രസംഗിക്കുന്ന ഇടത്തേക്ക് ധാരാളം ആളുകൾ പോകും. കാരണം അവർക്ക് അത് മതി. ആരെ വേണ്ട? യേശുവിനെ വേണ്ട. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ ആൾ എന്ത് ചെയ്യണം? എന്നോട് പറഞ്ഞു, രക്ഷപ്പെട്ടതിരിക്കാൻ വിശ്വാസത്താണ്. വെറുതെ വിശ്വസിച്ചത് മാത്രമേ ഉള്ളൂ. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ശൂലത്തിൽ പിഴച്ചാൽ നീളത്തിൽ കാണാവുന്നതാണ്. ഈ അടിസ്ഥാനം വളരെ ലളിതമായ കാര്യമാണെങ്കിൽ ആ അടിസ്ഥാനത്തിൽ നിന്ന് വേണം എല്ലാ കാര്യത്തെയും നമ്മൾ വ്യാഖ്യാനിക്കാൻ, വിലയിരുത്താനായിട്ട്, മനസ്സിലാക്കാനായിട്ട്. ഒരാൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ആ വ്യക്തി യേശുവിനെ ആരായിട്ട് അംഗീകരിക്കണം? വിശ്വസിക്കാൻ മതി എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നതാണല്ലോ, എന്റെ പാസ്റ്റർ നിങ്ങൾ എന്നാ പറയുന്നത്? ഞങ്ങൾ പൂർവികരായിട്ട് എത്ര തലമുറകളായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വല്ല ജാതികളുടെ അടുത്ത് പോയി പറയുമെന്ന് പറയും അല്ലേ? പറയാറുണ്ട്. വല്ല ജാതികളോട് പറയും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ക്രൈസ്തവർ, പൂർവികരായിട്ട് ക്രൈസ്തവരാകുമ്പോൾ നിങ്ങൾ വേറെ വല്ലവരോടും പോയി. പക്ഷെ അങ്ങനെ പറയുന്നവർ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പടി കടക്കണമെങ്കിൽ യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? കർത്താവായിട്ട് അംഗീകരിക്കണം. അങ്ങനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന ഒരാൾ യേശുവിനോട് കൂടെയാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ എന്ന് പറഞ്ഞാൽ കഷ്ടാനുഭവങ്ങളിൽ ആ വ്യക്തി എന്തായിട്ടായിരുന്നു? ക്രൂശുമരണത്തിലല്ല, ഈ പാപമോചനത്തിലുള്ള കഷ്ടാനുഭവങ്ങളിലല്ല, യേശുവിനോടുകൂടെ ജീവിക്കുന്നതിനാൽ എന്തുണ്ട്? കഷ്ടമാണ്. കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവനവന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ സ്വന്തം ജീവനെയോ നിലങ്ങളെയോ സ്നേഹിക്കുന്നതിന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന്, നിങ്ങൾ ലോകക്കാരല്ലായക കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. ഇവിടുത്തെ കള്ളപ്രവാചകന്മാരെല്ലാം പ്രസംഗിക്കുന്നത് എന്താണ്? യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും. പിന്നെ സൗഖ്യം മാത്രമേ ഉള്ളൂ, പ്രോസ്പെരിറ്റി, സമൃദ്ധി മാത്രമേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എവിടെ ഒരു വാക്യം എനിക്ക് കാണിച്ചു തരാം ഉണ്ടോ? ഇപ്പൊ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് സുവിശേഷങ്ങളിൽ നിന്ന്. ഇനി അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോയാലോ? അവിടെ അപ്പോസ്തലന്മാർ തന്നെയാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടങ്ങളുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ക്രിസ്ത്യാനിക്ക് കഷ്ടമുണ്ട് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാര് പഠിപ്പിച്ചത്. ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? പത്രോസ് തന്നെ പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ധരിപ്പീൻ.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നോറും സന്തോഷിപ്പീൻ. ഉണ്ടോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകും. ആർക്കാണ് പങ്കാളിയാകാൻ കഴിയുക? ക്രിസ്തുവിനെ ജീവിതത്തിന്റെ മാസ്റ്ററായി, ലോഡായി, കർത്താവായി, നാഥനായി സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്താകാൻ കഴിയും? കഷ്ടങ്ങളിൽ മോശമായ കാര്യമായിട്ട് അവർ കണക്കാക്കുന്നില്ല. കഷ്ടങ്ങൾ അനുഭവിക്കും, സ്വർഗത്തിൽ പോകാനല്ല, തേജസ്കരിക്കപ്പെടാനല്ല. പക്ഷെ തേജസ്കരിക്കപ്പെടുന്നവർക്ക് കഷ്ടങ്ങൾ ഉണ്ട്. സ്നാനപ്പെടുന്ന, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയും. സ്നാനപ്പെടുന്നതിനാ സ്വർഗത്തിൽ പോകാനാണോ? രക്ഷിക്കപ്പെടാനാണോ? നീതീകരണത്തിനാണോ? അല്ല. പക്ഷെ നീതീകരിക്കപ്പെട്ട ആളുകൾ, രക്ഷിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? സ്നാനം. അതിലുള്ള സ്നാനം രക്ഷക്കല്ല, പക്ഷെ രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെടും. എന്തുകൊണ്ട് പെടും? നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന തത്വം എന്താ? യേശുവാരാ? കർത്താവ്. അപ്പൊ യേശു പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഭരണാധികാരി പറഞ്ഞു, എന്റെ ഉടമസ്ഥൻ പറഞ്ഞു, മോനെ സ്നാനപ്പെടുന്നു. നീ എന്നെ സ്വീകരിച്ചതിന്റെ ഒരു ചിത്രീകരണമാണ് സ്നാനം. അത് ലോകത്തിന് മുമ്പാകെ നീ അത് കാണിച്ചു കൊടുക്കണം. എന്റെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാനത് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ട് ബുദ്ധിമുട്ടില്ല? എന്റേതായ ഇഷ്ടങ്ങളില്ല. ഞാൻ യേശുവിനെ ആരായിട്ട് സ്വീകരിച്ചു? കർത്താവായിട്ട് സ്വീകരിച്ചു. അപ്പൊ കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വിഷമിക്കുന്ന ആവശ്യമുണ്ടോ? അതാണ് അടുത്ത വാക്യം പറയുന്നത്. എന്താ? നമ്മെ വെളിപ്പെടുവാനുള്ള ഇംഗ്ലീഷിലേക്ക് ഫോർ എന്ന വാക്ക് അവിടെ ഒരു പ്രപ്പോസിഷൻ, therefore അല്ലെങ്കിൽ ഫോർ. അതുകൊണ്ട്, ഏതുകൊണ്ട്? ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിച്ച് ക്രിസ്തുവിനോട് കൂടെ തേജസ്കരണം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സാരമായിട്ട് വലിയ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ താരതമ്യം ചെയ്യാണ്. ഇവിടുത്തെ കഷ്ടവും വരാനുള്ള തേജസ്സും തമ്മിൽ താരതമ്യം ചെയ്യാണ്. ഒരു ഇവിടെ പറയുന്ന കഷ്ടം, ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റെടുക്കുന്ന കഷ്ടമാണ്. യേശുവിനെ വിശ്വസിക്കുന്നവർക്കും കഷ്ടങ്ങളുണ്ട്, ഇല്ലാത്തവർക്കും കഷ്ടങ്ങളുണ്ട്. ഇവിടെ പറയുന്ന കഷ്ടം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ ഉണ്ടാകുന്ന കഷ്ടം. ക്രിസ്ത്യാനിയാകുന്നതിനാൽ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഗലാത്യലേഖനത്തിലെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എങ്കിൽ ഉപദ്രവം സഹിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ഉപദേശപരമായ ഒരു കൃത്യത, ഒരു നിലപാട് ഞാൻ പാലിക്കുന്നതിനാൽ എനിക്ക് എന്താ എടുക്കേണ്ടി വരുന്നുണ്ട്? ഉപദ്രവം, കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഉപദേശപരമായ കൃത്യതയ്ക്ക് വേണ്ടി, വിശ്വാസം മൂല്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു ഗിരിപ്രഭാഷണത്തിൽ, മത്തായിയുടെ സുവിശേഷം 5-10-11 വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻ. എന്റെ നാമം നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കരുതുവിൻ. അപ്പൊ കർത്താവിന്റെ നാമനിമിത്തം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആത്മീക ധാർമ്മിക മൂല്യങ്ങൾ നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സാധാരണ ആളുകൾ തിന്മയിൽ ജീവിച്ച് കഷ്ടം സഹിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ത്? നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ശരിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നത്. പക്ഷേ അതിനെന്തുണ്ട്? ഒരു തേജസ്കരണമുണ്ട്. അതിനെ തുലനം ചെയ്യാണ്ട്, താരതമ്യം ചെയ്യാം. ഒരു ഉദാഹരണമാണ് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, എബ്രായർ 4-24 വാക്യത്തിൽ മോശയെ കുറിച്ചോടെ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. നോക്കിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അവിടെ മോശ എന്ത് ചെയ്തു? ഒരു താരതമ്യം നടത്തി. മോശം നോക്കുമ്പോൾ 40 വർഷമായിട്ട് കൊട്ടാരത്തിൽ ജീവിക്കും. നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്ന കാഴ്ചകളെന്ന് പറയുന്നത് എന്തിലേക്കാണ്? കഷ്ടപ്പാടിലേക്കാണ്, പ്രശ്നങ്ങളിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. ആരുടെ കൂടെ ചേരാൻ പോകുന്നത്?
അവിടെ എഴുതിയിരിക്കുന്നത് ദൈവജനത്തോടുകൂടെയാണ്. പക്ഷെ ആ ദൈവജനം ആരാ? ലോകത്തിൽ അടിമകളാണ്. അടിമകളോടുകൂടെ ചേരാനാണ് പോകുന്നത്. ഇന്ന് ലോകത്തിൽ മനുഷ്യർക്ക് യേശുക്രിസ്തുവിൽ കൂടിയുള്ള പാപവിമോചനത്തെ സംബന്ധിച്ച വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും അത് ഏറ്റുപറയുവാനും യേശുവിനെ ക്രിസ്തുവും കർത്താവുമായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള മടി എന്ന് പറയുന്ന ഇതാണ്. ഈ 4, 3, 7 പേരുള്ള ഇവരുടെ കൂടെ ചേരണമല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും വലിയൊരു കൂട്ടമായിട്ട് വലിയൊരു സംവിധാനമായിട്ട് നമ്മൾ നിൽക്കുന്നതിൽ നിന്ന് വേർപെട്ട അവരോടുകൂടെ ചേരേണ്ടി വരുമല്ലോ. മാനുഷ്യ ഭയം ഒരു കെണിയാകുമെന്നാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നിട്ടും പരീശന്മാരിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല. ഉള്ളിൽ വിശ്വാസമുണ്ട്, സത്യമാണെന്ന് ബോധ്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല? ഏറ്റു പറഞ്ഞാലേ എന്തുള്ളൂ? രക്ഷയുള്ളൂ. ഏറ്റു പറയാത്തത് കൊണ്ടാണ്. പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ, പള്ളിയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ. മോശയെ സംബന്ധിച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കി. മോശ, ഞാൻ വിചാരിക്കുന്നത് ഈ 40 വർഷം എന്ത് നടന്നതാണ്? സംഘർഷം അല്ലേ? മനസ്സിന് സംഘർഷം. അടിമകളോടുകൂടെ, അടിമകളാണ് തൻ്റെ ജനം, അവരോടുകൂടെ ചേരണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? പെട്ടെന്ന് ഒരു ദിവസം എടുക്കുന്ന തീരുമാനമായിരിക്കില്ല, ഒരിക്കലും അല്ല. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അത് വീണ്ടും പോയി കൊണ്ടുപോകും. ഇതൊരിക്കലും ചെയ്യില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരാൾ ഒരിക്കലും മടങ്ങി പോകുന്നില്ല. അതാണ് എബ്രായർ പറയുന്നത്. അത് പറയാനാ മോശയുടെ കാര്യം പറഞ്ഞത്. വിട്ടുപോകുന്നതിന് ഓർത്തുവെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ അധികം സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അവരോ അധികം നല്ലതിന്, ഏറ്റവും നല്ലതിനെ തന്നെ എന്ത് ചെയ്തു? സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അപ്പൊ വിട്ടുപോകുന്നില്ല. എന്ത് കഷ്ടമുണ്ടാകട്ടെ, എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകട്ടെ, എനിക്ക് എന്തൊരുക്കിയിട്ടുണ്ട്? വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. നിത്യത ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഇവിടെ ജീവിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ തെളിയിക്കും. ഇനിയുള്ള ഭാഗത്ത് ഈ കഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പോർഷനാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 3 ഞരക്കങ്ങൾ. 3 ഞരക്കങ്ങൾ. നിര, അതിന് നമ്മുടെ ആ പോർഷൻ അനുസരിച്ചുള്ള ഒരു ഹെഡിങ് കൊടുത്താൽ നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം. എന്താണ്? നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം. അതില് ഒരു 3 ഞരക്കങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 3 ഞരക്കങ്ങൾ. നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം 18 മുതൽ 30 വരെയുള്ള വാക്യം. 18 മുതൽ 30 വരെ. അതില് ഒന്ന് സൃഷ്ടിയുടെ നിരക്കം. സൃഷ്ടിയുടെ നിരക്കം. സൃഷ്ടിയുടെ നിരക്കം 18 മുതൽ 22 വരെയുള്ള വാക്യം. 18 മുതൽ 22 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. എനിക്ക് ഓരോന്ന് വായിച്ചത് 18 മുതൽ 22 വരെ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങി ഈറ്റുന്നോടെ ഇരിക്കുന്നു. അത് സൃഷ്ടി, ക്രിയേഷൻ, ക്രിയേച്ചർ, ഈ ക്രീച്ചർ, ഈ സൃഷ്ടി, മുഴുവൻ സൃഷ്ടി ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഞരക്കം? എന്തുകൊണ്ടാണ് ഞരക്കം? അതിന്റെ 20-ാമത്തെ വാക്യം. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ. അപ്പൊ സൃഷ്ടി എന്തിലപ്പോ? ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാണ്.
ഇതിനൊരു കാരണം. അപ്പൊ ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലായതുകൊണ്ടാണ് സൃഷ്ടി എന്ത് ചെയ്യുന്നത്? ഞരങ്ങുന്നത്. എന്തുകൊണ്ടാണ് ദ്രവത്വത്തിന്റെ ദാസ്യത്തിലായത്? അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ, സൃഷ്ടിക്ക് ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് എപ്പോൾ ഇനി ഒരു മോചനം ഉണ്ടോ? ഉണ്ട്. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20ാമത്തെ വാക്യത്തിൽ. 19-20 സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മാറ്റി കീഴ്പ്പെട്ടിരിക്കുന്നു. 22ാം വാക്യം. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ നിരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഈറ്റുനോവോടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഒരു സമയം വരും, ഒരു പ്രസവം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന്, ഈ ഞരക്കത്തിൽ നിന്ന് സൃഷ്ടിക്ക് എന്ത് കിട്ടും? മോചനം കിട്ടും. അപ്പൊ ഈ ദ്രവത്വം എങ്ങനെ വന്നു? പാപം. അപ്പൊ ഈ ദ്രവത്വത്തിന് മോചനം എങ്ങനെയാണ്? വ്യക്തമായിട്ടൊരു വാക്കോടെ ഉപയോഗിച്ചിട്ടുണ്ട് 20ാമത്തെ വാക്യത്തിൽ. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. 20ാം വാക്യത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആരുടെ തേജസ്? ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. അപ്പൊ ഇപ്പൊ ദാസത്വത്തിലാണ് ആര്? സൃഷ്ടി. ആ ദാസത്വത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? പാപം എന്നുള്ള ഇവിടെ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞ് പാപമാണ്. പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? തേജസ് നഷ്ടപ്പെട്ടു. ഒന്നുകൂടി നമുക്ക് ഉൽപ്പത്തി 1:31 വായിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായം 31. ദൈവം ഉണ്ടാക്കിയതെല്ലാം എന്തായിരുന്നു? നല്ലതായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ കാണുന്നുണ്ട്, അതിന്റെ അടുത്ത ഭാഗങ്ങളിൽ കാണുന്നുണ്ട് 2ാം അധ്യായത്തില് ഈ സകലവും സൃഷ്ടിച്ചിട്ട് ദൈവം ആരുടെ? അത് എത്രാമത്തെ വാക്യത്തില്? മുകളിലായിട്ട് 1ാം അധ്യായത്തിൽ തന്നെ. ാമത്തെ വാക്യം 26 ഒന്ന് വായിക്കാം. 26 മുതൽ വായിച്ചു. വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതാദിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ നമ്മൾ പിന്നീട് സങ്കീർത്തനങ്ങളിലും എബ്രായത്തിൽ വായിക്കുന്നത് മർദ്ദനെ നീ ഓർക്കേണ്ടതിന് എന്ത്, മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് എന്തുമാത്രം നീ അവന്റെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. എന്റെ കൂടെ പറഞ്ഞോളൂ. എന്റെ തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന് കീഴ്പ്പെടുത്തി. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു. അധികാരവും തേജസ്സും മനുഷ്യൻ നഷ്ടമാക്കി. അപ്പോൾ ഇന്ന് ഭൂമിമേല് അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ മേൽ, സൃഷ്ടിയെ 3ആയിട്ട് വേണേ തിരിക്കാം: ആകാശം, ഭൂമി, സമുദ്രം. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രമാണം പറഞ്ഞത്. ആകാശം, ഭൂമി, സമുദ്രം. നമുക്കറിയാം
ഈ ക്ലൈമറ്റ് കാലാവസ്ഥയെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, കാലാവസ്ഥ നിയന്ത്രിതമായിരിക്കുന്ന ഈ 3 ഘടകങ്ങളെയും കൂടിയാണ് അല്ലേ? നമ്മൾ പ്ലാസ്റ്റിക്കും ചപ്പും ചവറൊക്കെ വലിച്ചെറിഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചാൽ എവിടെ കുഴപ്പമുണ്ടാവും? ഭൂമിയിലായിട്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ പ്രശ്നം ഉണ്ടാവുന്ന എവിടെയാണ്? ആകാശത്തിലും സമുദ്രത്തിലും ഉണ്ടാവും. സമുദ്രത്തിൽ കുഴപ്പമുണ്ടാവുമ്പോൾ ഇപ്പൊ മഴ പെയ്യുന്നില്ല അല്ലേ? കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും. ഈ എന്താ പറയുക, മേഘസ്ഫോടനം, ഒറ്റയടിക്കും മഴ പെയ്യും. എൽ നീനോ പ്രതിഭാസം അല്ലേ? നമ്മളിതൊന്നും കേട്ടിട്ടില്ല. അതിന് പുതിയ പുതിയ പ്രതിഭാസങ്ങൾ ഉണ്ടാകും. കാരണം ഇതിന് ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, ഈ സൃഷ്ടിയെ സംരക്ഷിച്ച് അതിൽ നന്നായി ജീവിക്കാനാണ് മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചതെങ്കിലും, അവന്റെ കയ്യിൽ ഇതെല്ലാം കൊടുത്തെങ്കിലും, അവൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയതിനാൽ ഒരു ശൂന്യതാബോധമുണ്ട്, ഒരു നഷ്ടബോധമുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടണം? മഹത്വം കിട്ടണം, തേജസ്, ഗ്ലോറി വേണം. ആ ഗ്ലോറി പ്രാപിക്കാൻ, തേജസ് പ്രാപിക്കാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു വ്യക്തമായ ഒരു പരിശ്രമത്തിലാണ് മനുഷ്യൻ. അതിനുവേണ്ടി മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ഈ സൃഷ്ടിയെ വികലമാക്കുന്നു, സൃഷ്ടിയെ ദ്രവത്വത്തിലേക്ക് എന്ത് ചെയ്യാം? തള്ളിവിടും. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഡെവലപ്മെന്റ്. ഇന്നലെ എന്താ പറയുന്നത്, അനിൽ മേനോന്നല്ലേ, അനിൽ മേനോൻ എന്താ പറയുക, ബഹിരാകാശ പേടകത്തിലേക്ക്, സ്പേസിലേക്ക് പോയി, സ്പേസ് യാത്ര നടത്തി. അപ്പൊ നമ്മളതൊക്കെ നോക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ്, ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാം എന്തുണ്ട്? പരിമിത പ്രത്യാഘാതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ, അല്ല ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, നമുക്ക് 6 വരി പാതയിലൂടെ പോകാനാണോ ഇഷ്ടം, അതോ ഒറ്റ വരി പാതയിലൂടെ പോകാനാണ് ഇഷ്ടം? 6 വരിയാണ്. കാറൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാം, 6 വരിയിലൂടെ യാത്ര ചെയ്യാനാണ്. ലോകത്തിന്റെ എന്ത് സുഖമാണെന്നറിയാം വണ്ടി. വളരെ സുഗമമായിട്ട് നമുക്ക് പോകാം. ഇവിടെ ട്രാഫിക്കാണ് നമുക്ക് പോകാനുണ്ട്. നമ്മൾ വിചാരിച്ചിട്ടൊന്നും വീതി കൂട്ടിയാൽ കുഴപ്പം. അങ്ങനെ വീതി കൂട്ടുമ്പോൾ എന്തുണ്ടാകുന്നുണ്ടോ? പ്രകൃതിക്ക് ദോഷമുണ്ടാകും. നമ്മളെ മനുഷ്യൻ കൂടുതൽ ഫാക്ടറികളും, നമ്മുടെ ഹോള് AC ആയിട്ട് നല്ലത് അല്ലേ? അത് ഫാനിന്റെ ശബ്ദം ഉണ്ടാവില്ല, ചൂട് പറയും, നല്ലത്. വീടുകളിലൊക്കെ നമ്മൾ AC വയ്ക്കുന്നുണ്ട്. ഈ AC വയ്ക്കുമ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ വയ്ക്കുന്നതുകൊണ്ടല്ല കുഴപ്പം, ഈ AC ഫ്രിഡ്ജൊക്കെ എന്ത് പുറന്നിറങ്ങുന്നുണ്ട്? കാർബൺ മോണോക്സൈഡ് പുറന്നിറങ്ങുന്നു. അപ്പൊ അത് നമുക്കെന്താ, ദൈവം ഈ പ്രപഞ്ചത്തില് ഹൈഡ്രജനും ഓക്സിജനും കാർബണും എല്ലാ വാതകങ്ങളെയും ഈ എന്താ പറയുന്നത്, പ്രകൃതിയിൽ ഉണ്ട്, എന്താ വായുമണ്ഡലത്തിൽ ഉണ്ട്. അതിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് എന്ത് വരും? മാറ്റം വരും. അത് ഈ മുമ്പിലുള്ള പറമ്പിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നത് പ്ലാസ്റ്റിക്കും വേസ്റ്റും എല്ലാം വലിച്ചെറിയുകയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹം അതിനൊക്കെ മണ്ണിട്ട് മൂടും. മണ്ണിട്ട് മൂടിയ പ്രശ്നം തീരുമോ? ഇല്ല, പ്രശ്നം കൂടും. അപ്പൊ ഈ സൃഷ്ടി എന്ത് ചെയ്യാം? ഞെരുങ്ങുകയാണ്. സൃഷ്ടി ഞെരുങ്ങുകയാണ്. നമ്മുടെ അകത്ത് ഇപ്പൊ നമ്മുടെ ജീവിത രീതികളൊക്കെ മാറി. ഇപ്പോ വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു സിസ്റ്റമാണ് മനുഷ്യന്റെ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യനതിനെ മാറ്റി ഇപ്പൊ നൈറ്റ് ലൈഫ് ആക്കി. രാത്രിയൊക്കെ കറങ്ങി നടന്ന് ചായ കുടിച്ച് അൽഫാമും തിന്ന് കുഴിമന്തിയൊക്കെ തിന്ന് നടക്കുന്ന നൈറ്റ് ലൈഫ് ആകുമ്പോൾ ഈ ശരീരം ഞരങ്ങും എന്ന് പറയുന്ന പോലെ ഈ സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്ക് ഒരു ആശയുണ്ട്. ആ വാക്കോടെ പറഞ്ഞിട്ടുണ്ട്. ആശയോളം ആയിരിക്കും ചെയ്യാം, കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതെന്താണ് ആശ? സൃഷ്ടിയുടെ ആശയം എന്താണ്? ഞരക്കത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന ആശയം എന്താണ്? ആ ആശ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായി, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച, തേജസ് പ്രാപിച്ച ദൈവമക്കൾ
ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് വരും. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന ആശയോടെ നായിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 19ാമത്തെ വാക്യത്തിൽ അതുണ്ട്. വായിക്കാമോ? 19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ ഈ നരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആകാംക്ഷയോടെ എന്ത് ചെയ്യാം? കാത്തിരിക്കുക. നമ്മൾ ചില്ലറ ആളുകളല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മാത്രം എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട തേജസ് പ്രാപിച്ച ദൈവിക തേജസ് ചെയ്തു. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയെന്നാണ് ഇല്ലാത്തവരായിട്ടുണ്ട്. അപ്പൊ ദൈവ തേജസ് പ്രാപിച്ച ദൈവമക്കൾ ഈ ഭൂമിയിൽ വാഴുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ആർക്കറിയാം? സൃഷ്ടിക്ക് അറിയാം. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ പോർഷൻ, ഈ ഭാഗം എമില്ലേനിയസ്റ്റുകളുടെ സഹസ്രാബ്ദ വാഴ്ച നിഷേധികളുടെ നട്ടലൊടിക്കുന്ന ഭാഗമാണ്. സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരെയാണ് എമില്ലേനിയസ്റ്റുകൾ എന്ന് പറയുന്നത്. സഹസ്രാബ്ദ വാഴ്ച നിഷേധികൾ. യേശു കർത്താവ് വരും, അതോടുകൂടെ പരിപാടി കഴിഞ്ഞു. യോഗം അവസാനിച്ചു. കർത്താവ് തന്റെ മക്കളെ ചേർത്തു, അതോടുകൂടെ യോഗം അവസാനിച്ച് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണോ നമുക്ക് ബോധ്യമാകുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞിടത്തോളം, ഇപ്പൊ വായിച്ചിടത്തോളം അങ്ങനെയാണോ? അല്ല. എന്തുണ്ട്? ദൈവമക്കൾ ഭൂമിയിൽ വാഴുന്ന മനുഷ്യന് ദൈവം ഈ സൃഷ്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവർ മാത്രം ഈ ലോകത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കാലം കൊണ്ടെന്നല്ല തെളിയിക്കുന്നത്. ഇതേ കാര്യം എബ്രാഹിം 2 പറഞ്ഞിട്ടുണ്ട്. എബ്രാഹിം 2:5 വായിച്ചു. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച കാര്യമാണ്, നേരത്തെ ഉദ്ധരിച്ചതാണ്. മനുഷ്യനെ നിയോഗിക്കേണ്ടത് എന്ത്, മനുഷ്യപുത്രനെ നിയോഗിക്കേണ്ടത് അവൻ എന്തുമാത്രം. ആ ഭാഗം 2:5 വായിച്ചു. ഭാവി ലോകത്തെ കേട്ടോ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ. ഭാവി എന്തുണ്ട്? ഒരു ലോകമുണ്ട്, ഒരു വാഴ്ചയുണ്ട്. അപ്പൊ അത് ആർക്കല്ല കീഴ്പ്പെടുത്തിയത്? ആ ലോകം ദൂതന്മാർക്കല്ല, പിന്നെ ആർക്കാ? അതാണ് വായിച്ചു വരുമ്പോ അത് മനുഷ്യൻ വീണുപോയ മനുഷ്യനാ. ഇതെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു. അതാണ് 2-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് വാക്യമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്ത് എന്താണ്? മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അവിടെയാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യമാണ്. എനിക്ക് 9-ാം വാക്യം പറയുന്നത് എന്താണ്? എങ്കിലും ദൂതന്മാരിൽ അല്പം കാഴ്ച വന്ന യേശു മരണം അനുഭവിച്ചുകൊണ്ട് നാം അവനെ തേജസ്സും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. 10-ാം വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്യം. സകലത്തിനില്ലാത്ത സകലത്തിന് കാരണഭൂതമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകന് കഷ്ടാനുഭവങ്ങളെ തിരിഞ്ഞുക്തമായിരുന്നു. അപ്പൊ അവിടെ തേജസ് ആര് കൊണ്ടുവന്നു? യേശു കൊണ്ടുവന്നു. ദൂതന്മാരെക്കാൾ താഴെ വന്ന് ഈ ദൂതന്മാരെക്കാൾ താഴ്ന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടും തേജസ്സിലേക്ക് ആയി കൊണ്ടുവന്നു? യേശു കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? വരാനുള്ള ലോകത്തെ ഭരിക്കാൻ. സ്തോത്രം. അപ്പൊ ഫെമിനിസ്റ്റുകളുടെ വാദം വെറും നിരർത്ഥകമാണ്, ബുദ്ധിശൂന്യമായ കാര്യമാണ്. കാണുന്ന ദൈവരാജ്യമുണ്ട്, കാണാത്ത ദൈവരാജ്യമുണ്ട്. മനുഷ്യപുത്രൻ വാനമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. അല്ലേ? അത് പറഞ്ഞില്ലേ? കാണും. അപ്പോൾ ആ ലോകത്തിൽ അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വാഴും. ഇസ്രായേൽ പ്രവർത്തനങ്ങൾ 12 നിങ്ങൾ ഭരിക്കും, നിങ്ങൾ വാഴും എന്ന് കർത്താവ് വിശേഷമാണ്. സ്വർഗത്തിലാണ്, അല്ലല്ലോ ഭൂമിയിൽ. ഈ ദ്രവത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ഈ സൃഷ്ടിയുടെ ലോകത്തിൽ വാഴും. 2-ാമത്തെ ഞരക്കം മുന്നോട്ട് പോകും. നമ്മൾ 23 മുതൽ 25
അപ്പോൾ ആരിറങ്ങുന്നു? 23-ാം വാക്യം. ആര് ആദ്യത്തെ വാദം നമ്മൾ കണ്ട് സൃഷ്ടി ഞരങ്ങുന്നു. ഇവിടെ ആര് ഞരങ്ങുന്നു? നാം എന്ന് പറഞ്ഞ ദൈവമക്കളുടെ ഞരക്കം. നാം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമക്കളുടെ. അത് ആരാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ശരീരത്തിന് എന്ത് വേണം? എന്തുകൊണ്ടാണ് ഞരങ്ങുന്നത്? ഞരങ്ങുന്നുണ്ടോ? എന്ത് ഞരങ്ങും? ഒന്നും ഒരു പ്രശ്നമില്ല ബ്രദറെ, ഒരു അന്നപോലെയല്ല. ഇവിടെ എന്താണ് ഞരക്കം എന്ന് പറയാൻ കാരണം? നമ്മൾ ഞരങ്ങുന്നു എന്ന് പറയുന്നത്, നാം ഞരങ്ങുന്നു, ദൈവമക്കൾ ഞരങ്ങുന്നത് എന്നാൽ മുട്ടുവേദന, മുട്ടുവേദന കൊണ്ടാണ് ഞരങ്ങുന്നത്. വീട് പണിയാൻ പറ്റുന്നില്ല, കടബാധ്യത, അതൊക്കെയാണ് പലരും അതിനാലൊക്കെയാണ് ഞരങ്ങുന്നത്. പക്ഷെ ഞരങ്ങുന്നതിന്റെ കാര്യം അത് 7-ാം അധ്യായത്തിൽ പറയുന്നു വരുന്നതാണല്ലോ. ഇത് ഏത്? ശരീരത്തിന്റെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു ഞരക്കം. അതാണ് ഞരക്കം. 7-ാം അധ്യായത്തിൽ പറഞ്ഞ ഞരക്കം. ആ ഞരക്കം ശരീരത്തിലിരിക്കും. അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് തോന്നണ്ട എന്ന് വിചാരിച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഇതൊന്നും ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് അത് വയ്ക്കാം, എന്നിട്ട് പോയി പ്രാർത്ഥിക്കാം, ബൈബിൾ വായിക്കാം, പഠിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതെ എന്തിന്റെ കുഴപ്പം? ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രശ്നമാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ പോരാട്ടമല്ലേ? ആണല്ലേ? നമ്മൾ തമ്മിലാണോ പോരാട്ടം? അല്ല. ആരാ? നമ്മളിൽ തന്നെയുള്ള തിന്മയുടെ ലോകം, ജഡം, പിശാചിനോട് നമ്മൾ പോരാടുകയാണ്. അതിനാണ് ദൈവത്തിന്റെ സർവ്വാധികാരം ധരിച്ചുകൊണ്ട് നമ്മൾ പോരാടുക. അങ്ങനെ പോരാടുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്? സമർപ്പണക്കുറവ് മൂലം നമ്മുടെ ഭാഗത്ത് പോരായ്മകൾ വരുന്നുണ്ട്, വീഴ്ചകൾ വരുന്നുണ്ട്, പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടാവും? ഞരങ്ങാനുള്ള ആ വാക്ക് ആഹാ ബർബർക്കർ, ആഹേ ബർബർക്കർ എന്നാണ്. ഈ ഞരങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് നമ്മൾ ദീർഘനിശ്വാസം എടുക്കുന്നത്. അങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എടുക്കേണ്ടതാകുന്ന അല്ലാതെ. പിന്നെന്താ? നമ്മൾ ആത്മീകമായി എന്താ പറയുന്നത്, തെറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്തയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഞരക്കം. അപ്പൊ അവിടെ പറയാം. പക്ഷെ ആ ഞരക്കം ഒരു പ്രതീക്ഷയോടുകൂടിയാണ്, ഒരു ആശയോടുകൂടി. ആ വാക്കവിടെ പറഞ്ഞിട്ടുണ്ട്, ആശയോടുകൂടിയാണ് നമ്മൾ ഞരങ്ങുന്നത്. അതെന്താ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഞരങ്ങിക്കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. അപ്പൊ നമുക്ക് എന്ത് വരും? വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. എന്താ പ്രശ്നം? ജഡം. ഇതിനകത്ത് വസിക്കുന്നു പാപം വസിക്കുന്നു. പാപം വസിക്കാത്ത രൂപാന്തരപ്പെട്ട ഒരു ശരീരം, അതാണ് പുത്രത്വത്തിന്റെ, ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം എന്ന് പറയുന്നത്. അത് താൽക്കാലികം, അതും താൽക്കാലികം. അത് നമുക്ക് ഉറപ്പ് നൽകിയില്ല. എന്തിനാൽ? ആത്മാവിനാൽ. ആദ്യത്തെ സൃഷ്ടിയുള്ള ബന്ധത്തിന് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് തേജസ്കരണം ഉണ്ട്. ആ തേജസ് പ്രാപിച്ച വിശുദ്ധന്മാർ വരുമ്പോൾ സൃഷ്ടി സ്വതന്ത്രമാണ്. ആത്മാവിനെ പ്രാപിച്ച നാമും ഈ ശരീരത്തിൽ നിന്ന് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം, വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കും. 24-25 വാക്യത്തിലൂടെ ഒന്ന് വായിക്കാൻ. പ്രത്യാശയാലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കാണുന്ന പ്രത്യാശയോ
പ്രത്യാശയെല്ലാം ഒരു കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടവന്മാരെ മാറും, അല്ലെങ്കിൽ വീട് ഒക്കെ നന്നായിട്ട് പണിയാൻ പറ്റും, തടസ്സങ്ങളൊക്കെ നീക്കി UK പോകാൻ, അയർലൻഡിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? സഭയിലെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ എന്തിനാണ്? 90 ശതമാനം എന്തിനാ? ലോകം ലോകം അല്ലേ? ചിന്തിച്ചു. അടുത്ത പോർഷനിൽ അത് പറയും. പക്ഷെ കാണുന്ന പ്രത്യാശയോ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ തന്നെ പറയുന്നത്, നമ്മള് ഒരു കാര്യത്തിന്, ലോകത്തിന് നടക്കേണ്ട ഒരു കാര്യത്തിന് നമ്മൾ പ്രാർത്ഥിച്ചു, അത് നടന്നു. പിന്നെ അതെന്തല്ല, അപ്പൊ നമ്മൾ അടുത്ത പ്രശ്നം വരിക, അടുത്ത ആവശ്യങ്ങൾ വരും. ലോകത്തിൽ അത് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതല്ല നമ്മുടെ പ്രത്യാശ, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഡെസ്റ്റിനി അതല്ല. വീട് പണിയാന്നുള്ളതല്ല നമ്മുടെ ഡെസ്റ്റിനി. ആണോ? അതാണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട് തരും. എന്താണ് വിശ്വാസം ഇല്ലാത്തത്? ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇന്ന കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്, യേശുവിന്റെ കർത്താവാണ്, ഞങ്ങളുടെ കർത്താവാണ്, യേശുവിന്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറട്ടെ. ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും എന്തില്ല. അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിൽ പെട്ടിട്ട്, സംഘർഷത്തിൽ പെട്ട് നമ്മളെന്ത് അസ്വസ്ഥരാവും, ജീവിക്കാൻ പറ്റാതെ സമാധാനക്കേടും. കർത്താവ് പോകുന്ന വഴിയിൽ കൂടെ പോകാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും? സമാധാനം കിട്ടും. അവനവന്റെ വഴി കൂടെ പോകുന്നവർക്ക് എന്തുണ്ടാവില്ല. അപ്പൊ അതിന്റെ കുഴപ്പമാർക്കാം? അതിന്റെ കുഴപ്പക്കാരാരാ? നമ്മളെ കർത്താവല്ല. പക്ഷെ നമ്മുടെ പ്രത്യാശയ്ക്ക് എന്ത് വരില്ല? അതാണ് പ്രത്യാശ. കാണുന്ന പ്രത്യാശ അല്ല. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. രോഗം മാറുമെന്ന് വിചാരിച്ചല്ല രക്ഷിക്കപ്പെട്ട്. ഏതാ പ്രത്യാശ? കാണാത്ത ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ രക്ഷിക്കപ്പെട്ടത്. മുന്നോട്ട് പോകും. അടുത്തത് മൂന്നാമത്തെ ഞരക്കം 26-27 വായിക്കും. അപ്പൊ ആരും അറിയുന്നവിടെ അറിയുന്നതായിട്ട് കണ്ടോ? ആത്മാവ്. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. ഇവിടെ പരിശുദ്ധാത്മാവ്. അത് 26 വാക്യം. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ അതാരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. എന്തുകൊണ്ട് ഞരങ്ങുന്നു? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഞരങ്ങുന്നു? അറിയില്ല. അതാണ് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്ന സ്വഭാവമുണ്ട്, അതിന് തുണ നിൽക്കുന്ന കാര്യമല്ല. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബലഹീനത എന്താണ്? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അതൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കില്ല. നമുക്ക് എത്ര വർഷമായിട്ട് നമ്മൾ ജനിച്ച് വീണപ്പോൾ മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് പണ്ടൊരു പോലെ പറഞ്ഞ് കഞ്ഞിക്ക് മുതൽ കൺവെൻഷന് വരെ പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ. കഞ്ഞിക്ക് സ്വാഗതം ചെയ്യാൻ പറഞ്ഞാൽ അതിന് മുതല് ഈ കൺവെൻഷന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിന് വരെ നമുക്കറിയില്ല. കഞ്ഞിക്ക് സ്വാഗതം ചെയ്യാൻ അറിയാമില്ല. പക്ഷെ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ അറിയൂ. നമ്മുടെ പ്രാർത്ഥന, ഞാൻ അതാ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ? തരും. എന്ത് തരും?
ഞാനൊരു ഫോം കൂടെ തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ. അതെന്ത് ചെയ്യണം? ഒപ്പിട്ട് സാക്ഷനാക്കി തരണം. പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചൊരിയുന്നതല്ല. ആണോ? ആകാശത്തിലെ തടസ്സങ്ങളെല്ലാം എൻ്റെ ഉപസഹോദരന്മാരുടെ ഭാഷ പറഞ്ഞാൽ ആകാശത്തിലെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് നമ്മൾ കാനഡയിലേക്ക് പോകാനുള്ള ഒരിക്കലും പോരാട്ടമുള്ളത് ഭയങ്കര പോരാട്ടമാണെന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും ചെയ്യും നീക്കും. ആര് ഞെരങ്ങ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആരാ ഞെരങ്ങിന്? ആത്മാവിനെ. എന്തുകൊണ്ടും ഞെരങ്ങുള്ളൂ? നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിന്റെ തോന്നല് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്നതാണ്, പക്ഷെ ദൈവഹിതത്തിന് വേണ്ടിയല്ല നീ ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയാം. UK പോകണം എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ദൈവത്തിന് ഇഷ്ടമാണെന്നുള്ള ഇവിടെ പ്രശ്നം അല്ല. കൊച്ചിനെ എന്ത് ചെയ്യണം? കൊച്ചിനെ UK പോകണം. കൊച്ചാണെങ്കിൽ UK പോവാണ്ട് ഇരിക്കുന്നുമില്ല. അപ്പൊ ഇനി നിങ്ങൾ ആ തടസ്സം നീക്കി തരേണ്ടത് സഭയുടെ ഉത്തരവാദിത്തം. എങ്ങനെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് തടസ്സം മാറ്റുക എന്നുള്ളത്. അപ്പൊ ആര് കഴിയും? ആര് ചിന്തിക്കും? ആ പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഈ വ്യക്തിയെ കുറിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളുണ്ട്. ആ വ്യക്തിക്ക് നല്ലതും ആ വ്യക്തി മുഖാന്തരം ലോകത്തിന്, സഭയ്ക്ക്, കുടുംബത്തിന്, ആ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിന്, ലോകത്തിനൊക്കെ ഒരു അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ലേ റോമാലേഖനത്തിൽ തന്നെ നമ്മൾ 12:2 വായിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ മനസ്സ് പറയുന്നത് UK ഞാൻ UK തന്നെ പിടിക്കുവാട്ടോ. ഉദാഹരണം അപ്പൊ ഇനി വേറെ മാറ്റി പിടിക്കേണ്ടത് UK ഏതാ? ജർമ്മനി. എവിടെയെങ്കിലും പൊക്കോ, നമ്മളെ എപ്പോഴേ പോകുന്നതിനൊന്നല്ല. ഞാനിത് പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ്, ഈ സഹോദരന് ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എൻ്റെ ഒറ്റ ചോദ്യം, എല്ലാവരും പോകാൻ ആവശ്യമുണ്ടോ? ഒരാൾ ചെയ്യുന്ന കാര്യം എല്ലാവരും ചെയ്യാൻ ആവശ്യം ഉണ്ടോ? നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹിതം അതാണോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കണം, മനസ്സിനെ കാലിയാക്കണം. എൻ്റെ ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. കാലി പേപ്പർ, ബ്ലാങ്ക് പേപ്പറായിട്ട് കൊണ്ടുകൊടുക്കുക. അതാവശ്യത്തിലേക്ക് നീ എഴുതുക, എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കേണ്ടതെന്നുള്ളത്. അതാണ് മനസ്സ് പുതുക്കാറ്. എൻ്റേതായ ഒരു ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താ കാര്യം? കർത്താവ് പ്രാർത്ഥിച്ചല്ലോ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് കർത്താവും അത് തന്നെ പ്രാർത്ഥിച്ചേ. എന്താ ഗെത്സമനിയിൽ എന്താ പ്രാർത്ഥിച്ചേ? ഈ പാനപാത്രങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല. നമ്മൾ കുറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമോ? അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം സമ്മതിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം, പക്ഷെ എനിക്ക് ഒരു നിർബന്ധം ഇല്ല, എനിക്ക് ഒരു നിർബന്ധമില്ല. നിന്റെ ഇഷ്ടമാണ്. നമ്മളൊക്കെ ചുമ്മാ പറയുന്ന ദൈവ ഇഷ്ടമാണെങ്കിൽ ദൈവ ഇതാണെങ്കിലൊക്കെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ നമ്മുടെ സഭയില് പറയുന്നത് അല്ലേ? നമ്മളെല്ലാ പേപ്പേഴ്സും നീക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് സഭയിൽ പറയുന്നത് പ്രാർത്ഥിക്കണം. അല്ല, അങ്ങനെ വരുമ്പോഴാണ് ആരും ഇറങ്ങുന്നത്? ആത്മാവ് എന്ത് ചെയ്യുന്നു? അവണ്ണം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ലല്ലോ.
ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവഹിതപ്രകാരം പക്ഷപാതം. ദൈവത്തിന് ഇത് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ദോഷത്തിനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാവിയിൽ ഒരു പക്ഷെ കുടുംബ ജീവിതത്തിലോ സമാജ ജീവിതത്തിലോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒക്കെ നമുക്ക് പലവിധ തകർച്ചകൾ കൊണ്ടുവരാം. അതൊരു പക്ഷെ സാമ്പത്തികമായി നമ്മൾ മുന്നിൽ കാണുന്ന വലിയ സാമ്പത്തിക മുന്നേറ്റമാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ പോകാതെ വരുമ്പോൾ ഈ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് വരാം. ഒരു പക്ഷേ ജീവിതം സക്സസ്ഫുൾ ആകാതെ വരാം, ഫലകരമല്ലാതെ തീരാം. ഇതറിയാവുന്ന പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളഞ്ഞ് ദൈവഹിതപ്രകാരം അതിനെന്ത് ചെയ്യുന്നു? ദൈവസേനയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടി ഞരങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഒന്ന് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സൃഷ്ടി ഞരങ്ങുന്നു. ആരാ കാരണം? സൃഷ്ടി ഞരങ്ങാൻ ആരാ കാരണം? മനുഷ്യൻ. നാം ഞരങ്ങുന്നു. ആരാ കാരണം? നമ്മൾ തന്നെ. പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. ആരാ കാരണം? നമ്മൾ തന്നെ. ഇതൊക്കെ കാരണക്കാരാണ് നമ്മളാണ്. നമ്മൾ ശരിയായാൽ കാര്യങ്ങളൊക്കെ നേരെ ശരിയാവും. നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ളവരെന്ത് ചെയ്യണം? നേരെയാക്കാൻ. നേരെ അല്ല. കർത്താവിനെ സഹായിക്കട്ടെ. കർത്താവിൽ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, വീണ്ടെടുപ്പുണ്ട്, തേജസ്കരണമുണ്ട്. അത് സുനിശ്ചിതമാകയാൽ ഈ കാണുന്നതിന് വേണ്ടി പ്രത്യാശിക്കാതെ, കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ ലോകത്തിൽ പാപമുക്തമായി ക്രിസ്തുവിൻ എന്ന തലയോളം വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള ദൈവകൃപയ്ക്കായി നാം കുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ